ഞാനല്ലേ ഇതെൻ്റെ കട്ടപ്പനയിലെ കുടുംബസമ്മേളനത്തിന് പോയപ്പോൾ എടുത്ത വീഡിയോയാണ്. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് എടുക്കാമെന്ന് അറിയില്ല. എൻ്റെ ഡാൻസ്, കസാരക്കളി, ബോൾ പാസിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കിഷ്ടം എന്ന് വിചാരിക്കും. എല്ലാവരും ഇത് കാണും. നല്ല വീഡിയോയാണ്. അതെ, കണ്ണപ്പനൊക്കെ ഞങ്ങളുടെ ഇത് കസാരക്കളിക്ക് നിർത്തുന്നതാണ്. കണ്ണപ്പന എല്ലാവർക്കും നിർത്താൻ പേടിയുണ്ടായിരുന്നു. നല്ല അവനില്ലേ 2 കസാരയൊക്കെ എടുത്തു. പക്ഷേ ഞാൻ അവസാനമായപ്പോഴാണ് ഞാൻ ഔട്ടായത്. ആദ്യം ഔട്ടായി. ഓക്കെ, ഇവൻ എപ്പോഴാണ് ഔട്ടാവണേന്ന് എനിക്ക് ഓർമ്മയില്ല. 1 2 കസാരയൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. 1 2 3 4 എത്രയോ പിടിച്ചിട്ടുണ്ട്. എന്നിട്ടില്ലേ, എൻ്റെ ഡാൻസിന് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ അവൻ്റെ ഒരു പാട്ട്, പിന്നെ ഒരാളുടെ പാട്ടും കൂടി ഉണ്ടായല്ലോ. ഒരാളുടെ പാട്ടും കൂടി ഉണ്ട്. പിന്നെ എൻ്റെ ബോൾ പാസിങ്ങിന് അമ്മ എന്നെ ഔട്ടാക്കി അല്ലേ. എന്നിട്ട് പിന്നെ നാളെ മിഠായി പറക്കുന്ന എനിക്ക് ഫസ്റ്റ് കിട്ടി. 24 3 പേരുണ്ടായിരുന്നു. കണ്ണപ്പന് 8 എണ്ണം, കുഞ്ഞിറാച്ചൻ 60 എത്രയായിരുന്നു 16, ഞാൻ 24 എണ്ണം എടുത്തു. ഇതാരമ്മ? അതേ കണ്ണപ്പൻ ഇങ്ങനെ കസേരയുടെ പുറകെ ഓടി ഔട്ട്. അതേ ഇപ്പം ഔട്ടോ കണ്ണപ്പൻ. ഇതേ വീഡിയോസൊക്കെ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. കാരണം ഇത് വെറുതെ വീഡിയോ എടുത്തത് ഈ പാപ്പുവിൻ്റെ ഒറ്റ നിർബന്ധത്താലാണ് ഈ യൂട്യൂബിൽ ഇടുന്നത്. എത്ര ക്ലിയർ ആണെന്ന്, ഈ വോയിസ് നമ്മൾ ചെയ്യണത് വരുമോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഇതേ കണ്ണപ്പന് 2-3 പ്രാവശ്യം കസേരയൊക്കെ കിട്ടി. കുട്ടികളുടെ കൂടെ ഓടുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു. അവനായിരുന്നു ഉള്ളതിൽ ഏറ്റവും ചെറുത്. അപ്പം അവന് വല്ല വീഴുവോ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. പക്ഷെ അവൻ കുറേ പ്രാവശ്യം കസേര ഓടിച്ചെന്ന് അവൻ ചാടിയിരുന്നു. അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിൽ ഔട്ടാവും തോന്നണം. ഈ നമ്മൾ പറയുന്ന വോയിസൊക്കെ എത്രത്തോളം വരും എന്ന് എനിക്കറിയില്ല. കാരണം ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചില വീഡിയോസൊക്കെ തലതിരിഞ്ഞാണോ എന്നൊക്കെ തോന്നണം. കാരണം എനിക്ക് കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നും അറിയില്ല. അപ്പം പാപ്പുവിന് ഇത് ഇട്ടേ മതിയാവും. എന്നും വഴക്കാണ്. ഇത് എടുത്തിട്ട് ഇപ്പോൾ 1 മാസത്തോളമായി. പക്ഷെ ഇന്നും അവളുടെ ശല്യം സഹിക്കാണ്ടാണ് ഞാനിത് ഇന്നിപ്പോൾ ഒരു ആപ്പിലിട്ട് എഡിറ്റ് ചെയ്യണത്. ഈ വോയിസൊക്കെ വരും എന്ന് നമ്മൾ കരുതുന്നു. കാരണം കുറേ നേരം എടുത്ത് ഇത് അപ്ലോഡായി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഇത് കാണുന്നവർക്ക് എത്രത്തോളം വരുന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം ആകെ കുറച്ച് പേര് നമ്മുടെ കസിൻസ് റിലേറ്റീവ്സൊക്കെ അല്ലേ പാപ്പ കാണണേ. അപ്പോൾ കുറച്ച് പേര് കാണും. അതൊന്നും മുഴുവൻ കാണുന്ന ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങളുടെ വോയിസൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറേ മത്സരങ്ങൾ, ഇതെൻ്റെ നാട്ടിലത്തെ മത്സരങ്ങളാണ്. അവിടെ ഇങ്ങനെ കുടുംബ സമ്മേളനത്തിന് യൂണിറ്റിലുള്ള എല്ലാവരും വർഷത്തിൽ ഇങ്ങനെ ഒന്ന് കൂടാറുണ്ട്. അപ്പോൾ കുറേ മത്സരങ്ങളും എല്ലാം ഉണ്ടാവും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇങ്ങനെ കുറേ മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ മുതിർന്നവരുടെ കസേരകളിയാണ്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കും. പിന്നെ ദേ പാസിംഗ് ദ ബോൾ ഉണ്ടായിരുന്നു. ഇതിൽ പാപ്പു എൻ്റെ അടുത്താണ് ഇരുന്നത്. അവൾ പറയും ഞാനാണ് അവളെ ഔട്ടാക്കിയെന്നുള്ളത്. പക്ഷെ ഞാനല്ല അവളെ ഔട്ടാക്കിയത്. അവളുടെ കയ്യിൽ ബോൾ വരാൻ നേരത്ത് പാട്ട് നിന്നു അവൾ തന്നെ ഔട്ടായതാണ്. പക്ഷെ അവൾ എല്ലാവരുടെയും അടുത്ത് പറയും അമ്മ എന്നെ ഔട്ടാക്കി, അമ്മ കാരണം ഞാൻ ഔട്ടായെന്നുള്ളത്. അല്ലേ പാപ്പു? അതെ. ഇത് ബോൾ പാസിങ്ങില്ലേ, ശരിക്കും പറഞ്ഞ അമ്മയാണോ ഞാനാണോ ഔട്ടാക്കിയത് എനിക്ക് പോലും അറിയൂല. ഞാൻ വെറുതെ പറയുന്ന അമ്മയാണെന്ന്. അങ്ങനെ വെറുതെ പറയാൻ പാടുണ്ടോ? വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ. എനിക്ക് കസാര കളിയും എല്ലാം കളികളും ഇഷ്ടമാവാൻ. എൻ്റെ ഫേവറേറ്റ് കളി എന്താ ഒളിച്ചു സാറ്റാ. കസാര കളിക്ക് ഞാൻ ഔട്ടാവുന്നത് കാണും. ഇതിനേക്കാളും മുമ്പ് ഞാൻ ഔട്ടായി. പക്ഷെ ഇതിൽ ഔട്ടാവുന്നത് ഞാൻ കാണൂല. പാപ്പു മിക്കവാറും ഇപ്പം ഔട്ടാവും. എപ്പോൾ പാപ്പുവിനെ കാണാണ്ടാവണോ അപ്പം വിചാരിച്ചാൽ മതി പാപ്പു ഔട്ടായി എന്നുള്ളത്. ഞാൻ ഇപ്പം ഇതിലില്ല.
ഇപ്പൊ ഞാൻ ഔട്ടായി. ഇത് ഈ വീഡിയോസ് കുറെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ് ആയതുകൊണ്ട് ഇതിൽ എന്തൊക്കെ പെട്ടിട്ടുണ്ട് എന്തൊക്കെ വന്നിട്ടില്ല എന്നൊന്നും അറിയില്ല. കാരണം ഇത് മുഴുവൻ എല്ലാം ഒന്നും നോക്കിയിട്ടല്ല ഇപ്പൊ ഇത് അപ്ലോഡ് ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് ചിലതൊക്കെ എനിക്ക് തോന്നണു തല തിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നതെന്ന് കരുതുന്നത്. കാരണം ഞങ്ങൾക്കിത് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പിന്നെ ഞങ്ങളുടെ ഒരു മനസ്സിലൊരു വിചാരം ലിമിറ്റഡ് ഓഡിയൻസ് കാണുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തോടെ ഇത് അപ്ലോഡ് ചെയ്യണത്. പാപ്പു വന്ന് നോക്കിയിരിക്കുന്നു അമ്മ എപ്പോഴും ഔട്ടാവണേന്നറിയാൻ. ഞാനാല്ലേ ടോം ആൻഡ് ജെറിന്റെ ഡ്രസ്സാണ് ഇട്ട് നിക്കണേ. പിന്നെ പപ്പി ഉണ്ടായില്ലേ കളിക്ക്. അമ്മ മമ്മീനെ ഔട്ടാക്കിയില്ലേ കസാര കളിക്ക്. ഔട്ടാക്കി. പാപ്പുവിന് ഇങ്ങനെ എല്ലാവരുടെയും യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ വീഡിയോ എടുക്കണം, എനിക്ക് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. എനിക്കാണ് പക്ഷെ നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് പോകാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ എപ്പോഴും പാപ്പുവിനോട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് പറയും അമ്മ വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് എങ്ങനെ ഈ വീഡിയോസ് എടുക്കുന്നവരെയൊക്കെ ഇങ്ങനെ സമ്മതിക്കണം എന്നാണ്. ഞാൻ പണ്ടിങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു, അവർക്ക് എന്ത് സുഖമാണ് വെറുതെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, മീൻസ് കുറേ വ്യൂവേഴ്സിനെ കിട്ടുക. പിന്നെ നമ്മൾ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇതിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്ന് മനസ്സിലായത്. ഇത് വെറുതെ മുതിർന്നവരുടെ ഒരു എന്താ പറയുക ബോൾ ഇങ്ങനെ കാലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ നടക്കണം, താഴെ പോവാൻ പാടില്ല. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കെടുക്കും. ഇത് ഈ സമയത്തൊക്കെ നല്ല പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ കട്ട് ചെയ്ത് ഇടുക എന്നൊന്നുള്ള ഒരു എന്താ പറയുക നമ്മുടെ വിവരമില്ലായ്മ കാരണമാണ് ഇതിലിപ്പോൾ ഞങ്ങളുടെ വോയിസ് മാത്രമായിട്ട് ഇടണം. പിന്നെ എനിക്കില്ലേ എൻ്റെ പാൻറ്റില്ലേ കറുപ്പായിരുന്നു, അന്ന് ഞാനല്ലേ ഒരു റോസ് പാൻറ്റായിരുന്നു ഇട്ടോ. അതുകൊണ്ട് ഈ കളി ചെയ്തപ്പോളേ അത്യാവശ്യം ഇച്ചിരി നേരം അത് നിന്നു കാലിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഇല്ലേ അന്ന് ഈ പരിപാടിക്ക് ഇട്ട പാൻറ്റില്ലേ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബോൾ നിന്നൂല, പോയി. അന്ന് തന്നെ ഞാൻ ഔട്ടി. ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമാണ് തോന്നുക. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ ഒരുപാട് കൂട്ടായ്മകളൊന്നും അധികം കാണാറില്ല. പക്ഷെ അവിടെ എല്ലാ തലമുറയും മീൻസ് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും ഈ മത്സരങ്ങൾക്കൊക്കെ വരികയും പങ്കെടുക്കുകയും എല്ലാം ചെയ്യും. കണ്ണപ്പനാണെങ്കിൽ ഇത് കണ്ടപ്പോൾ തൊട്ട് ഇതിലും പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അവൻ നിൽക്കുകയായിരുന്നു. അവനാണെങ്കിൽ ആ ബോള് പിടിക്കാൻ പോലും പറ്റണ്ടായിരുന്നില്ല, വലിയ ബോളാണ്. പക്ഷെ എന്നാലും അവനും അതില് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കളികളൊക്കെ. പിന്നെ അവിടെ കളിക്കാൻ എന്നിട്ടല്ലേ അവിടെ ഞങ്ങൾക്ക് കളിക്കാൻ ഒരു ചേച്ചി അല്ല 2 ചേച്ചിമാരും പിന്നെ 2 ചേട്ടന്മാരും ഉണ്ട്, പിന്നെ ടീച്ചറും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കാം. അപ്പോൾ ഒറ്റ ബോറടിയും ഇല്ലല്ലോ. ഇവിടെ ആകില്ലേ ഒറ്റ ആളേ ഉള്ളൂ ഞങ്ങൾക്ക് 2 പേർക്കും കളിക്കാൻ. നാളില്ലേ ഇപ്പൊ കളിക്കാനും പറ്റൂല. ഇപ്പൊ അതേ പാപ്പു ബോളൊക്കെ ആയിട്ട് വന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പക്ഷെ വോയിസ് കട്ട് ചെയ്ത് പാട്ടൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവ എടുത്ത ഡ്രസ്സ് ഇട്ടത് പാപ്പുയുടെ കസിനാണ്, നിമിത എന്നാണ് പേര്. അവള് വിളിക്കണത് അനുചേച്ചി എന്ന്. അതെ പാപ്പു കുറച്ച് ദൂരമൊക്കെ ബോളും കൊണ്ട് പോയിട്ട് അപ്പത്തേക്ക് പോയി. അനുചേച്ചിക്ക് ഇതിന് സമ്മാനം കിട്ടിയെന്ന് തോന്നണം കേട്ടോ. കിട്ടിയിട്ട് അവളാണ് ഫസ്റ്റ് ആയിട്ട് പോണത്. പിന്നെ മിമിതയുണ്ട്, നിതിനുണ്ട്, കണ്ണപ്പൻ പ്രയാസപ്പെട്ട് ബോളൊക്കെ എടുത്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനെല്ലാം മത്സരത്തിൽ ഇങ്ങനെ കൂടാൻ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ചിരിയാ വരിക. കാരണം അവന് പറ്റണ കാര്യമൊന്നുമില്ല, എന്നാലും അവനെല്ലാം ചെയ്യണം. അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനും ബോൾ എടുത്ത് നിൽക്കണം. പക്ഷെ ആ ബോൾ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാൻ പോലും അവന് പറ്റുന്നില്ല. പറഞ്ഞു എന്നിട്ടില്ലേ മിമിതിയുണ്ട്, നിശാലുണ്ട്, നിതിനും ഉണ്ട്. പിന്നെ ആരാണ് പൊന്നിച്ചേച്ചി അല്ലേ? ഇവിടെയും ഒരു പൊന്നിച്ചേച്ചി ഉണ്ട്, അവിടെയും ഒരു പൊന്നിച്ചേച്ചി. പാപ്പുവിന് ഈ വീഡിയോസിൻ്റെ വോയിസ് ഓവർ ചെയ്യുമ്പോഴും അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോഴും ഇങ്ങനെ കുറേ വീഡിയോസ് ഇരുന്ന് കാണാറുണ്ട് ഡെയിലി. ആ കണ്ട് ആൾക്ക് എന്ന് ഡെയിലി സ്കൂളിൽ പോകാൻ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നൊക്കെ.
ഞാൻ പറയും നമുക്കൊന്നും പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനൊന്നും ഇല്ല. പാപ്പ സ്കൂളിൽ പോകണോ വരുന്നു, പിന്നെ അമ്മയ്ക്ക് തിരക്കുണ്ട്. അപ്പം അമ്മ ഇങ്ങനെ ക്യാമറയെ നോക്കി പിടിക്കണം, നോക്കിയിരിക്കണം. അത് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പത്തേക്ക് ഒരു വീഡിയോ എടുത്താൽ തന്നെ ഞാൻ കുറേ പ്രാവശ്യം പറയും വീഡിയോ എടുക്കാം, പിന്നെ എഡിറ്റ് ചെയ്യാനും എനിക്ക് നല്ല മടിയാവും. ഇതിന് ഞാന് ജയിച്ചു. കണ്ണപ്പനാകെ 8 എടുത്തിട്ടുള്ളൂ. ഇത് ആ ചേട്ടൻ ഞങ്ങൾക്ക് എങ്ങനെയാ പറഞ്ഞു തരുവാണേ. ഒന്നയച്ചെടുക്കണാന്നേ ആ ചേട്ടൻ പറഞ്ഞേ. പക്ഷെ ഞാൻ 2 വീതം വെച്ചെടുത്ത് കയ്യിലിട്ട്. എന്നിട്ടാണ് എനിക്ക് 24 ആയത്. പാവം കണ്ണപ്പൻ 2 കിട്ടി ചോറിന് നെൽത്തിട്ടാട്ടോ ഇട്ടേ. അവൻ 8. പിന്നെ കുഞ്ഞിറാച്ചൻ 16. ഞാൻ ഇതിൽ ഫസ്റ്റ് അടിച്ചു, കുഞ്ഞിറാച്ചൻ സെക്കൻഡ്. പിന്നെ ഞാനില്ലേ 24 എത്രയോ എടുത്തു. എനിക്കറിയില്ല. ഞങ്ങൾ കളിച്ച് വിസിലടിക്കുമ്പോൾ ഞാൻ ഔട്ടായി. ഇനി പാപ്പുവിൻ്റെ ഒക്കെ കുറെ പാട്ടും ഡാൻസും ഒക്കെയാണ്. ഇതിന് ഞാൻ വോയിസ് ഓവർ ഇടുന്നില്ല. ഇത് സൗണ്ടൊക്കെ എത്രത്തോളം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ വോയിസ് ഓവർ കട്ട് ചെയ്യാണ്.